കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവാണ് പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പരകാല പ്രഭാകർ. മോദി സർക്കാരിനെയും ബി.ജെ.പിയുടെ തലതിരിഞ്ഞ നയങ്ങളെയും എന്നും തുറന്നെതിർക്കുന്ന വ്യക്തിയെന്ന പേരിലാണ് പരകാല പ്രഭാകർ അറിയപ്പെടുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗിൽ അട്ടിമറി നടന്നുവെന്നാണ് പരകാല പ്രഭാകർ ചൂണ്ടിക്കാണിക്കുന്നത്. വോട്ട് തട്ടിപ്പ് നടന്നുവെന്നും അട്ടിമറിയിലൂടെയാണ് ബീഹാറിന്റെ ഭരണം എൻ.ഡി.എ നേടിയതെന്നും പ്രഭാകർ ചൂണ്ടിക്കാണിക്കുന്നു. ബീഹാർ അത്ഭുതം ഡീകോഡ് ചെയ്യുന്നുവെന്ന തലക്കെട്ടിലാണ് അദ്ദേഹം കള്ളക്കളികൾ പുറത്തുവിടുന്നത്. കമ്മീഷന്റെ ഔദ്യോഗിക രേഖകളും കണക്കുകളും അക്കമിട്ട് നിരത്തിയാണ് അദ്ദേഹത്തിന്റെ ആരോപണം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം പോൾ ചെയ്ത വോട്ടുകളും എണ്ണിയ വോട്ടുകളും തമ്മിൽ വലിയ അന്തരമുണ്ട്. മൊത്തം വോട്ടർമാർ 7,45,26,858 പേരാണ്. നവംബർ 11 കണക്ക് പ്രകാരമാണ് ഇത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതനുസരിച്ച് പോളിംഗ് ശതമാനം 67.13%. അങ്ങനെ നോക്കിയാൽ പോൾ ചെയ്തതായി കണക്കാക്കാവുന്ന വോട്ടുകൾ 5,29,880 എന്നാൽ 243 മണ്ഡലങ്ങളിലായി എണ്ണിയ വോട്ടുകൾ 5,02,75,553 പോൾ ചെയ്ത വോട്ടുകളേക്കാൾ വോട്ടെണ്ണിയപ്പോൾ 1,77,673 വോട്ടുകൾ അധികമായി വന്നു. ഈ വോട്ടുകൾ എവിടെ നിന്ന് വന്നുവെന്ന് പരകാല പ്രഭാകർ ചോദിക്കുന്നുണ്ട്. അത് എങ്ങനെ സംഭവിച്ചുവെന്ന് കമ്മീഷൻ രാജ്യത്തോട് വെളിപ്പെടുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് മുൻപ് വോട്ടർമാരുടെ എണ്ണത്തിൽ കമ്മീഷൻ പലതവണ മാറ്റം വരുത്തിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 2025 സെപ്റ്റംബർ 30 വോട്ടർ പട്ടിക പുതുക്കലിന് ശേഷം ആകെ വോട്ടർമാർ ഏകദേശം 7.42 കോടിയെന്ന് കമ്മീഷൻ അറിയിച്ചു. കൃത്യമായ സംഖ്യയ്ക്ക് പകരം എന്തുകൊണ്ടാണ് ഏകദേശം എന്ന കണക്ക് നൽകിയതെന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഒക്ടോബർ 6 സർവീസ് വോട്ടർമാരെ കൂടി ഉൾപ്പെടുത്തി ഈ സംഖ്യ 7,43,59,976 പുതുക്കി. നവംബർ 11 വോട്ടെടുപ്പിന് ശേഷം ആകെ വോട്ടർമാരുടെ എണ്ണം വീണ്ടും വർദ്ധിപ്പിച്ച് 7,45,86,858 കാണിച്ചു. പോൾ ചെയ്ത വോട്ടുകളുടെ കൃത്യമായ എണ്ണം സംസ്ഥാനാടിസ്ഥാനത്തിലും മണ്ഡലാടിസ്ഥാനത്തിലും പുറത്തുവിടാത്തത് എന്തുകൊണ്ടാണ്? പോളിംഗ് ശതമാനം കൃത്യമായി നൽകാൻ കഴിയുന്ന കമ്മീഷന് പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം വെളിപ്പെടുത്താൻ എന്താണ് തടസ്സം? ഇതൊരു സ്വാഭാവിക പിഴവാണോ, അതോ കഴിവുകേടോ, അതോ ഏതെങ്കിലും ഒരു പാർട്ടിയെ സഹായിക്കാനായി ബോധപൂർവം സൃഷ്ടിച്ച പുകമറയാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ബി.ജെ.പിയുമായുള്ള കമ്മീഷന്റെ രഹസ്യ ഡീലിംഗിനെയാണ് പരാമർശിക്കുന്നത്. തങ്ങൾ നിയമത്തിനും അതീതരാണെന്ന് അഹങ്കാരമാണോ കമ്മീഷന് എന്ന രൂക്ഷമായ ചോദ്യവും ചോദിക്കുന്നുണ്ട്. 243 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ രേഖകളുടെ സ്ക്രീൻഷോട്ടുകൾ കൈവശമുണ്ടെന്നും പരകാല പ്രഭാകർ വ്യക്തമാക്കി. ഈ രേഖകൾ വൈകാതെ പുറത്തുവിടുമെന്നും അതിനു മുൻപ് കമ്മീഷൻ മുകളിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഇവിടെ അധികമായി വന്ന വോട്ടുകളെപ്പറ്റിയാണ് പരകാല പ്രഭാകർ എടുത്തു പറയുന്നത്. നേരത്തെ ആർ.ജെ.ഡിയും സമാനമായ രീതിയിലുള്ള സംശയം ഉന്നയിച്ചിരുന്നു. എൻ.ഡി.എ കക്ഷികൾക്ക് വിജയിക്കാൻ ഇ.വി.എമ്മിൽ വോട്ടെണ്ണലിന് മുമ്പ് തന്നെ 25,000 വോട്ടുകൾ സെറ്റ് ചെയ്തുവെന്നതായിരുന്നു അവരുടെ ആരോപണം. ഇപ്പോൾ പരകാല പ്രഭാകർ ചോദിച്ച ചില ചോദ്യങ്ങളിലൂടെയും കണ്ടെത്തലുകളിലൂടെയും പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ച സംശയങ്ങൾ ശരിയാണെന്ന് വ്യക്തമായിരിക്കുകയാണ്.